Friends. ഒരു വർഷം എന്തു പെട്ടെന്നാ കടന്നുപോയത് അല്ലേ തോമസേ? അതെ, അന്ന് പെരുന്നാളിന് കൊടി ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ. അടുത്ത ദിവസം കൊടി കേറും. എന്തു പെട്ടെന്നല്ലേ ഒരു വർഷം അങ്ങ് കടന്നുപോയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇത്തവണയും എല്ലാം ഭംഗിയായാൽ മതിയായിരുന്നു. അതെ, എനിക്കും ആ ഒരു പ്രാർത്ഥനയുള്ളൂ. ആളും അരങ്ങുമൊക്കെ ആകുമ്പോ ഒരു മേളം തന്നെയാ അല്ലേ തോമസേ? അതെ അതെ, ആളുകളെയൊക്കെ ഒന്ന് തിരക്കില്ലാതെ കാണണമെങ്കിൽ അന്ന് തന്നെ വരണം. ശരിയാ, എല്ലാവരും ഒരേ മനസ്സോടെ നിൽക്കുന്ന ആ കാഴ്ച ഒരു സുഖം തന്നെയാണ്. വീട്ടിലാണെങ്കിൽ ജൂലിയാന 2 ദിവസം മുമ്പേ ഒരുക്കങ്ങൾ തുടങ്ങി. മകൻ പഠനകാര്യത്തിനായി പോയതുകൊണ്ട് വീട്ടിൽ അത്ര വലിയ ഒരുക്കങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാം നമ്മുടെ മനസ്സിലല്ലേ നടക്കുന്നത്. അതെ, നമ്മുടെ മനസ്സ് തന്നെയാണ് ദേവാലയം. ഇനിയും എന്തെങ്കിലും അടുപ്പിക്കാനുണ്ടോ എന്തോ? ഇല്ല അമ്മച്ചി, അമ്മച്ചി ഒന്ന് സമാധാനിക്ക്. എത്ര ചെയ്താലും പോരാന്നാ മോളെ തോന്നല്. ഞാൻ വന്ന സമയമൊക്കെ ഇവിടുത്തെ പെരുന്നാളിന്റെ ഒരുക്കങ്ങൾ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. അതെന്തായിരുന്നു മോളെ? അതമ്മച്ചി, ഞങ്ങളുടെ നാട്ടിൽ ഇത്ര കാര്യമായിട്ടുള്ള ആഘോഷങ്ങളൊന്നും ഉണ്ടാവാറില്ല. അത് പിന്നെ ടൗൺ അല്ലേ മോളെ, ആർക്ക് എന്തിനാ സമയം? അതെ അമ്മച്ചി, പക്ഷേ ഒരിക്കലും ഞാൻ നിങ്ങളുടെ പള്ളിയിലെ പെരുന്നാള് കൂടിയപ്പോ ഈ പറഞ്ഞ കുറവൊന്നും കണ്ടില്ലായിരുന്നു മോളെ. ആണല്ലോ, ഏതായാലും ഓരോ പെരുന്നാളും ഓരോരോ പുതിയ അനുഭവങ്ങളാ. ആൽബ്രട്ടോ കൂടെ ഇല്ലാത്തതാ എന്റെ ആകെ ഒരു വിഷമം. അച്ചായൻ ഇനി ക്രിസ്മസിനെ ലീവ് കാണും അമ്മച്ചി. സാധാരണ അവനാ എല്ലാം ഒരുക്കാൻ മുന്നില് കാണാറ്. അച്ചായന്റെ ജോലിയുടെ സ്വഭാവം അറിയാലോ അമ്മച്ചി. എല്ലാവരെയും കർത്താവ് കാക്കട്ടെ. പെരുന്നാളിന് നമുക്ക് എന്തെങ്കിലും പ്രത്യേക പരിപാടികളുണ്ടോ? നമുക്ക് എവിടെയെങ്കിലും ടൂറ് പോയാലോ? എന്നാൽ ഇടുക്കിയോ വയനാടോ എവിടെയെങ്കിലും പോയാലോ? അല്ല ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അതെന്തിനാ നാണിക്കുന്നേ? ധൈര്യമായി ചോദിച്ചോളൂ. ഒന്ന് മിണ്ടാതിരിക്കടാ. പ്രിൻസേ, നീ പറ. ശരി, അനുവദിച്ചിരിക്കുന്നു. പറഞ്ഞോളൂ. ഇവനെ കൊണ്ട് ഞാൻ ഇവിടത്തെ പെരുന്നാളെന്ന് പറഞ്ഞാ അത് നമ്മുടെ ആഘോഷമല്ലേ. അപ്പോൾ നമ്മൾ മാറി നിന്നാൽ എങ്ങനെയാണ് ശരിയാവുക? അത് ശരിയാണല്ലോ. അതാണ് ഞാനും പറയുന്നത്. നമ്മൾ ഈ പെരുന്നാൾ ഇവിടെ നിന്ന് തന്നെ ആഘോഷിക്കണം. അപ്പോൾ വയനാടും ഇടുക്കിയും പറഞ്ഞതാരാ? അല്ല, അതും ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. മതിയടാ, മതി. അവന്റെ ഒരു വയനാടും ഇടുക്കിയും. എന്നാ പിന്നെ ഈ പെരുന്നാൾ നമുക്ക് തകർക്കാം. ഹോ, എന്തൊരു മടുപ്പ്. ആടത്തെ ഒട്ട് കാണുന്നുമില്ല. ഒരു സ്ഥലത്ത് കൃത്യസമയത്ത് വരാൻ പറഞ്ഞാൽ വരില്ല. ഒരു പക്ഷേ കൂട്ടുകാരുമായിട്ട് കറക്കത്തിലായിരിക്കും. ജോർജ് തന്നെ ശരിയാക്കും. ഹായ് ജോർജ്. എടാ, നീ ഫ്രീ ആയിരിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ട്
നീ എന്നെ ഇട്ടിട്ട് കൂട്ടുകാരുടെ കൂടെ പോയല്ലേ? അത് ജോർജ്, അവര് കൂട്ടുകാരല്ലേ, ഞാൻ നിന്റെ കസിനല്ലേ. ഷടാ, ഇത് ചെകുത്താന്റെയും കടലിന്റെയും ഇടയിൽപ്പെട്ട പോലെ ആയല്ലോ. വേണ്ട വേണ്ട, എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി നീ അവരെ ചെകുത്താനെന്നൊന്നും വിളിക്കണ്ട. നിന്നെയാടാ തടിയ ഞാൻ ഉദ്ദേശിച്ചത്. നീ ആള് കൊള്ളാലോ. ആ, എന്ത് ചെയ്യാനാ, ഞാൻ ഇങ്ങനെ ഒരുത്തനായി പോയി. കൂട്ടുകാരെല്ലാവരും പോയോ? ആ, പോയി. ഇന്ന് തോമസ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ? ഇന്നല്ലല്ലോ, നാളത്തെ ദിവസത്തിനല്ലേ പ്രാധാന്യം. അത് ശരിയാണ്. എന്നാലും ഇന്നത്തെ ദിവസം ഒട്ടും ഓർമ്മയില്ലേ? അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. കർത്താവേ, ഇതെന്തൊരു മറവിയാണ്. ഇന്ന് ജൂലിയാനയുടെ ബർത്ത്ഡേ ആണോ? ഏയ്, അത് ഫെബ്രുവരിയിലല്ലേ? എന്റെ കർത്താവേ, ഞാൻ വെറുതെ കാത്തിരുന്നത് മിച്ചായല്ലോ. കാത്തിരുന്നോ? ഇതുപോലൊരു പെരുന്നാളിന്റെ തലേ ദിവസാണ് എന്നെ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ, ശരിയാണല്ലോ. ആരോർക്കാൻ? എന്നെ പറഞ്ഞാ മതിയല്ലോ. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ആ പോകുന്ന വഴി ജൂലിയാനയുടെ കട്ടിലിന്റെ മേലെ വെച്ചിരിക്കുന്ന സമ്മാനപ്പൊതി കൂടി സമയമുണ്ടെങ്കിലൊന്ന് നോക്കിയേക്കണേ. ഹലോ പ്രിൻസേ, ഇത് ഞാനാ. ആ ആദം, ഇത്ര പെട്ടെന്ന് വീട്ടിൽ ചെന്നോ? ആ, വന്നു പ്രിൻസേ. പ്രിൻസേ, എന്താ ആദം? ഞാനാകെ ഒരു ധർമ്മസങ്കടത്തിലാ. എന്തു പറ്റി? ഓർമ്മയില്ലേ എന്റെ കസിൻ ജോർജിന്? ഉണ്ടല്ലോ. ആ, അവൻ പെരുന്നാള് കൂടാൻ വന്നിട്ടുണ്ട്. ആ, കൊള്ളാമല്ലോ. പക്ഷേ പ്രിൻസേ, അവൻ പറയുന്നത് ഞാൻ മുഴുവൻ സമയവും അവന്റെ കൂടെ നിൽക്കണമെന്നാണ്. ആ, അപ്പോൾ ആദം ഞങ്ങളുടെ കാണില്ലേ? എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാനാ ഇഷ്ടം. പക്ഷേ അവനെയും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അതാ പ്രിൻസേ പ്രശ്നം. നമുക്ക് അവനെ നമ്മുടെ കൂടെ കൂട്ടിയാലോ? അത് ഞാൻ എങ്ങനെയാ ആദം ഒറ്റയ്ക്കൊരു തീരുമാനം പറയുന്നത്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കാര്യം ഈവനിങ്ങിൽ ഗാർഡനിൽ വെച്ച് സംസാരിക്കാം. എന്താ? ഓക്കെ പ്രിൻസേ. ബൈ ആദം. ആദത്തിനോട് നമ്മൾ എന്തു പറയും? അതെ, വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാ നമ്മൾ പെട്ടിരിക്കുന്നത്. അതെ പ്രിൻസേ, ഞാനൊരു കാര്യം തുറന്നു പറയാം. ജോർജിനെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല എന്നല്ലേ? അതെ, എനിക്കും അങ്ങനെ തന്നെ സ്റ്റെഫി. പക്ഷെ കാര്യങ്ങളുടെ കിടപ്പൊന്ന് നോക്കിക്കേ. ശരിയാ, ജോർജിനെ ഒഴിവാക്കിയ ആദത്തിന് വിഷമാകും. മാത്രമല്ല അവനെ നമ്മുടെ കൂടെ വരാനും
ജോർജ് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ആകെ ഒരു പെരുന്നാള് കിട്ടുന്നതാ. പുതിയ ഒരാൾ നമ്മുടെ ഇടയിൽ വരുമ്പോ ആ ഉള്ള സ്വാതന്ത്ര്യമൊക്കെ പോകും. മാത്രല്ല അവൻ അല്പം പൊങ്ങച്ചം പറയുന്ന ആള് കൂടിയാ. ആ തികഞ്ഞു. എന്റെ കർത്താവേ, ആദം വരുമ്പോൾ ഇനി എന്തു പറയും? അവൻ വരുന്നുണ്ട്. എന്താകുമോ സംഭവിക്കുന്നത്? ഹായ് ഫ്രണ്ട്സ്, ഞാനെന്നാൽ ജോർജിനോട് വരാൻ പറയട്ടെ. എന്താ ആരൊന്നും മിണ്ടാത്തത്? ആദം, അത് എന്താ പ്രിൻസ്? ആദം, ജോർജ് വരുന്നതിനോട് ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല. വേറൊന്നുമല്ല ആദം, അത് ശരിയാവൂല. പെരുന്നാളിന്റെ എല്ലാ രസവും പോകും. അപ്പോൾ ഫ്രണ്ട്സ്, എന്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്ത് തന്നെയായാലും അത് ശരിയാകില്ല ആദം. ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കാരെയും ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇതിനൊരു തീരുമാനമെടുക്കാനുള്ള കഴിവും എനിക്കില്ല. സാരമില്ല, ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്നവരെ സഹായിക്കുന്ന ഒരാളെ പറ്റി ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുണ്ട്. അവിടുന്ന് ഇതിനൊരു തീരുമാനമാക്കിക്കോളൂ. ഓക്കെ ഫ്രണ്ട്സ്, കാണാം. ആദം, ഇതെവിടെ പോയി? അവരെല്ലാം ഗാർഡനിലുണ്ട് ഗ്രാൻഡ്പാ. ഞാൻ കണ്ടിട്ട് വരുന്ന വഴിയാ. എന്താ ആദം, ഒരു സന്തോഷക്കുറവുണ്ടല്ലോ. ഏയ്, ഒന്നുമില്ല ഗ്രാൻഡ്പാ. ആദം, ഈ കള്ളം പറയാൻ അറിയാത്തവർ കള്ളം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാകും. അതറിയാമോ? സോറി ഗ്രാൻഡ്പാ. ഗ്രാൻഡ്പയെ കൂടി വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ ഞാൻ. നീ ഇത്ര വിഷമിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ആദം. പറയൂ, എന്താ പറ്റിയത്? ഓ ജീസസ്. അതൊന്നും സാരമില്ല ഗ്രാൻഡ്പാ. ഗ്രാൻഡ്പാ മനസ്സ് വിഷമിപ്പിക്കണ്ട. അല്ല, ഗ്രാൻഡ്പാ ഇതെങ്ങോട്ടാ? മോനെ, കാറിൽ കുറച്ച് ആഹാര സാധനങ്ങളുണ്ട്. അത് നമ്മുടെ അനാഥാലയത്തിലൊന്ന് എത്തിക്കണം. അവരുടെ കൂടെ കുറച്ചു നേരം ചിലവഴിക്കണം. എന്നാ മോൻ ചെല്ല്. വിഷമിക്കണ്ട, കർത്താവ് ഒരു വഴി കാട്ടിത്തരും. ആരായിരുന്നു മോളെ ഫോണില്? അപ്പച്ചനാ വിളിച്ചത്. അല്പം താമസിക്കുമെന്ന്. വായനശാലയിൽ ചെന്നാൽ അവിടെ, അനാഥാലയത്തിൽ ചെന്നാൽ അവിടെ. എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പച്ചൻ എനിക്കൊരു അത്ഭുത. ഈ ലോകം മുഴുവൻ എന്റേത്, എനിക്ക് എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടുന്ന ഈ കാലത്ത് സ്വയം ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്ത് മറ്റുള്ളവർക്കും കൂടി വേണ്ടത് ചെയ്യാൻ അപ്പച്ചന് സാധിക്കുന്നുണ്ടല്ലോ.
ഈ ശീലങ്ങളൊക്കെ ഞാൻ വന്ന കാലം മുമ്പേ ഉള്ളതാ മോളെ. ഒത്തിരി കഷ്ടപ്പെട്ട ചെറുപ്പകാലമായിരുന്നു അപ്പച്ചനൊക്കെ ഉണ്ടായിരുന്നത്. അതിന്റെയൊക്കെ ഒരു സ്വയം ഓർമ്മപ്പെടുത്തലാവാം ഒരു പക്ഷേ ഈ ശീലങ്ങൾ. പോരാത്തതിന് ആ അനാഥാലയത്തിലെ കുട്ടികൾക്കും അപ്പച്ചന് ജീവനാ. അപ്പച്ചന് കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി അവിടുത്തെ വിശേഷങ്ങൾ മുഴുവൻ ഞാൻ കേൾക്കണം. അതൊരു ഭാഗ്യല്ലേ അമ്മച്ചി? അതെ അതെ, അധികം വൈകാതെ ആ കുട്ടികൾ അപ്പച്ചനെ ഇങ്ങ് വിട്ടാ മതിയായിരുന്നു. ആദം ഇന്നും ലേറ്റ് ആണല്ലോ. നല്ലൊരു പെരുന്നാൾ ദിവസമായിട്ട് ഈ ആദം എന്താ ഇത്രയ്ക്ക് താമസിക്കുന്നത്? അതോ നിങ്ങൾ അവനെ വിളിച്ചില്ലേ? അത് ഗ്രാൻഡ്പാ, അവൻ വരാൻ സാധ്യത കുറവാ. അതെന്തു പറ്റി? അവൻ മാത്രല്ല, അവന്റെ കൂടെ ആ ജോർജ് ഉണ്ട്. അവന് ഞങ്ങൾക്ക് ഇഷ്ടല്ല. അവന് കൂടെ കൂട്ടിയ ഈ പെരുന്നാളിന് ഒരു രസം ഉണ്ടാകില്ല. പക്ഷേ അപ്പോൾ ആദം? ആ കാരണം കൊണ്ട് ആദത്തിന് ഞങ്ങളുടെ കൂടെ വരാനാകില്ല. പക്ഷേ ആദത്തിന് ഞങ്ങളുടെ കൂടെ വരാനായിരുന്നു ഇഷ്ടം. അപ്പോൾ മക്കളെ, നിങ്ങൾ ആദത്തിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആദം കൂട്ടത്തിലില്ലാത്ത കൊണ്ട് നിങ്ങൾക്കൊരു വിഷമവുമില്ലേ? പക്ഷേ ഗ്രാൻഡ്പാ, അത് നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനമെടുത്താ മതി. ഇന്നലെ അനാഥാലയത്തിൽ പോയപ്പോ ഒരു കൊച്ചുകുട്ടി, അവൻ എന്തൊക്കെയോ വൈകല്യങ്ങളുണ്ട്, പക്ഷേ ഒരു കഥ അവൻ എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. വളരെ ഹൃദയഹാരിയായ ഒന്നായിരുന്നു അത്. അതൊന്ന് പറയാമോ ഗ്രാൻഡ്പാ? ആദത്തിന് ഞങ്ങൾ ഇത് പിന്നെ പറഞ്ഞു കൊടുത്തോളാം. ശരി ശരി. കൂട്ടുകാരെ, നിങ്ങളും കൂടി ശ്രദ്ധിക്കണേ. ഒരിക്കൽ ആഫ്രിക്കയിൽ നീഗ്രോകളും വെള്ളക്കാരും കൂടി ഒരു പള്ളി നിർമ്മിച്ചു. എന്നാൽ പണി തീർന്നപ്പോൾ ഒരു പറ്റം യാഥാസ്ഥിതികരായ വെള്ളക്കാർ നീഗ്രോകളെ പള്ളിയിൽ കയറ്റുന്നതിനെ എതിർത്തു. മിഷണറി വൈദികർ അതിനെതിരെ ശബ്ദമുയർത്തിയിട്ടും ഫലമുണ്ടായില്ല. ദേവാലയം പണിയുന്നതിന് നേതൃത്വം കൊടുത്ത നീഗ്രോ ക്രിസ്ത്യാനികളുടെ നേതാവായ ജോജോ ദേവാലയ മതിൽക്കെട്ടിന് വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി വന്ന ഒരു അപരിചിതൻ ജോജോയോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ദേവാലയത്തിന് വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്? അകത്ത് കയറി പ്രാർത്ഥിക്കരുതോ എന്ന്. അത് കേട്ട ജോജോയുടെ മുഖം വാടി. എന്നിട്ട് കരഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു, ഞങ്ങൾ നീഗ്രോകളാണ്, ആയതിനാൽ ഞങ്ങൾക്ക് പള്ളിക്കകത്ത് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. എങ്കിലും യേശുദേവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ജോജോയുടെ കണ്ണീർ തുടച്ചുകൊണ്ട് ആ അപരിചിതൻ പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന യേശുവാണ് ഞാൻ.
നിങ്ങളെ ദേവാലയത്തിൽ നിന്നും പുറത്താക്കിയ ആ നിമിഷം മുതൽ ഞാനും ഈ ദേവാലയത്തിൽ നിന്നും ബഹിഷ്കൃതനാണ്. ഇത്രയും പറഞ്ഞ് ആ രൂപം അപ്രത്യക്ഷമായി. ശേഷം അവിടെ മുഴങ്ങിക്കേട്ടത്, ഹേ മനുഷ്യ, നീ കല്ലും സിമന്റും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ശില്പസുന്ദരങ്ങളായ ആലയങ്ങളല്ല എന്റെ വാസസ്ഥലങ്ങൾ. ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ വസിക്കാനാണ്. അവിടുത്തെ കാടും മുൾപടർപ്പും കച്ചവടവും തട്ടിപ്പും നീ മാറ്റി നിർത്തി വാസയോഗ്യമാക്കി തീർക്കാമോ? എന്തുപറ്റി? കഥ മോശമായിരുന്നോ? മോശമായിരുന്നത് ഞങ്ങളുടെ കാഴ്ചപ്പാടായിരുന്നു ഗ്രാൻഡ്പാ. ഞങ്ങൾ നിസാരമായ കാര്യത്തിനു വേണ്ടി ജോർജിനെയും അതുവഴി ആദത്തെയും അകറ്റി നിർത്തി. എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതെന്ന് ഈ കഥ ഞങ്ങളെ പഠിപ്പിച്ചു. ആദം എത്ര വിഷമിച്ചിട്ടുണ്ടാവും, പാവം. എനിക്കറിയാമായിരുന്നു മക്കളെ, നിങ്ങളെ വേഗം തന്നെ നന്മയുടെ പാതയിലേക്ക് വഴിതിരിച്ചു വിടാനാകുമെന്ന്. ഒരു പക്ഷേ ഗ്രാൻഡ്പ ഇക്കാര്യം മനസ്സിലാക്കി തന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഗ്യാങ്ങിൽ നിന്നും ആദം എന്നേക്കുമായി അകന്നേനെ. നമുക്കെന്നാൽ എത്രയും പെട്ടെന്ന് ആദത്തിന്റെയും ജോർജിന്റെ അടുത്തേക്ക് പോയാലോ? പോകാം പ്രിൻസ്, എത്രയും പെട്ടെന്ന് തന്നെ പോകാം. എന്റെ കർത്താവേ, അങ്ങയെപ്പോലെ തന്നെ എത്ര ഹൃദയവിശുദ്ധിയുള്ളവരാണ് എന്റെ കുട്ടികൾ. അവരെ തുടർന്നും നേരിന്റെയും നന്മയുടെയും പാതയിൽ തന്നെ നയിക്കണമേ.